മൂന്നാമത്തേത് സഹോദരങ്ങളെ, ഈ ഹദീസിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു കൊടുത്തു, അൽ ഖഫി, അവൻ ഗോപ്യനായിരിക്കട്ടെ എന്നുള്ളത്. ഗോപ്യനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തി ആഗ്രഹിക്കാത്ത, ആളുകളുടെ ഇടയിൽ സ്ഥാനവും മാനവും ആഗ്രഹിക്കാത്ത, താനും തന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന, തന്റെ ഇബാദത്തുകൾ ശ്രദ്ധമായി കൊണ്ടു നടക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് അൽ ഖഫി എന്ന് പറയുന്നത്. അവൻ ആളുകൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ആളുകൾ എനിക്ക് എന്ത് വില നൽകുന്നു എന്ന് അവൻ പരിഗണിക്കുന്നേയില്ല. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള സ്ഥാനമാണ് അവൻ പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യവാന്മാരായിട്ടുള്ള, തഖ്വയുള്ള, ഖഫിയായിട്ടുള്ള, ഗോപ്യരായിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ വിശേഷണം പറയുകയാണ്, അല്ലദീന ഇദാ ഗാബു ലം യുഫ്തഖദു. അവരൊരു സദസ്സിൽ വന്നിട്ടില്ല എങ്കിൽ, അവർ വന്നില്ലല്ലോ എന്ന നിലക്ക് ആരും അന്വേഷിക്കുകയില്ല, ആർക്കും അത് തോന്നുകയില്ല. വൈൻ ഹവറു ലം യുദ്ഉ. അവർ സന്നിഹിതരായിട്ടുണ്ട് എങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന, വിളിക്കപ്പെടുന്ന സ്ഥാനമുള്ള ആളുകളായിരിക്കില്ല. വലം യുറഫു. അവരെ അറിയപ്പെടുക പോലുമില്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ യാതൊരു സ്ഥാനമോ അറിയപ്പെടലോ അവർക്കുണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലൂബുഹും മസാബിഹുൽ ഹുദാ. അവരുടെ ഖൽബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർമാർഗത്തിന്റെ വിളക്കുകളാണ്. യഖ്റുജൂന മിൻ കുല്ലി ഖബ്റാഅ മുസ്ലിമത്തിൻ. ഇരുട്ടുണ്ടാക്കുന്ന എല്ലാ വഴികളിൽ നിന്നും, എല്ലാ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നവരാണ്. അവിടെ ഉദ്ദേശം എല്ലാ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് ഖഫി എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകളായി തീരുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വിശേഷണമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ അശ്ഗസ മദ്ഫൂഉൻ ബിൽ അബ്വാബ്. എത്ര ആളുകൾ അവർ ദരിദ്രരാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ടായില്ല, തടയപ്പെടുന്ന അവസ്ഥയായിരിക്കും, സ്ഥാനമോ മാനമോ ഇല്ലാത്ത അവസ്ഥ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അവരെങ്ങാനും അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞാൽ, അള്ളാഹുവിന് തേടിയാൽ അള്ളാഹു അതുപോലെ അവർക്ക് അത് നടത്തി കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക, അങ്ങനെയുള്ള ആളുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 വിശേഷണങ്ങൾ നാം പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക, അത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പകർത്തുക. 1 തഖ്വയുണ്ടാവുക എന്നുള്ളതാണ്, 2 ഗനിയാവുക എന്നുള്ളതാണ്, 3 ഖഫിയാവുക എന്നുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.